പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്. അപ്പോൾ 1 തെസ്സലോനിക്കർ 5:19 നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എന്താണ്? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. അതിൻ്റെ ഭാവാത്മകമായ വശം എന്താണ്? പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തണം. പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് ശക്തിപ്പെടുത്തണത്? കൃപയെ ആർജിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തുന്നത്. കൃപയാണല്ലോ ശക്തി. 2 കൊരിന്ത്യർ 12:9-10 2 കൊരിന്ത്യർ 12:9-10 എന്താ പറയണത്? കൃപ ശക്തിയാണെന്നാണ് പറയണത്. ആരുടെ ശക്തി? ദൈവത്തിൻ്റെ ശക്തി. ദൈവം ആരാണ്? വ്യക്തിയും ശക്തിയും. യേശുക്രിസ്തു വ്യക്തിയുമാണ്, അതേസമയം ശക്തിയുമാണ്. പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്, ശക്തിയാണ്. പിതാവ് വ്യക്തിയാണ്, ശക്തിയാണ്. അപ്പോൾ അതേസമയം തന്നെ ശക്തി നമ്മളെ ശക്തീകരിക്കാൻ, ഇപ്പം ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. 1 കൊരിന്ത്യർ 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ, ഒന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. ഇതെങ്ങനെ സംഭവിക്കും നമ്മൾ ചോദിക്കുമ്പോൾ പറയും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ആരാണ്? അത്യുന്നതൻ്റെ ശക്തി. ലൂക്കാ 1:35 അല്ലേ? ഈശോ തന്നെ പറഞ്ഞു, മനുഷ്യപുത്രൻ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുമെന്ന് പറയുന്നതിന് പകരം കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനാകും. 26:64 മത്തായിയുടെ സുവിശേഷം. പിതാവും ശക്തിയും വ്യക്തിയുമാണ്. ഈ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക്, ആ ദൈവത്തിൻ്റെ ശക്തിയുടെ പേരെന്താ? നമ്മളിലേക്ക് കടന്നു വരുന്ന രൂപത്തിൻ്റെ പേരെന്താണ്? ശക്തിരൂപം എന്താണ്? കൃപ. അതാണ് 2 കൊരിന്ത്യർ 12:9 വെളിപാടുകൾ. ആധിക്യത്താൽ ഞാൻ അഹങ്കരിക്കാതിരിക്കാൻ അവൻ എനിക്ക് മുള്ളു തന്നിരിക്കുന്നു. പിശാചദൂതൻ എന്നെ വിട്ടുപോകാൻ കണ്ണീരോടെ ഞാൻ 3 പ്രാവശ്യം അപേക്ഷിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. നിനക്കെൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ കൃപയ്ക്ക് പകരം എന്താ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? ശക്തി. അപ്പം കൃപയാണ് ശക്തി. അപ്പോൾ 1 തെസ്സലോനിക്കർ 5:19 എന്താ പറയണത്? പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാവാത്മക തലം എന്താണ്? പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തണം. എങ്ങനെ ശക്തിപ്പെടുത്തും? കൃപയാ ശക്തിപ്പെടുത്തും. കൈ അടിച്ച് കിടത്താണ്. കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോർ നടത്തിടും. ഒരുമിച്ച് പാടുക. ബലഹീനതയിൽ ബലമേകി ബലവാനായോർ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്. അപ്പോൾ കൃപ എന്താണ്? കൃപ എന്താണ്? ദൈവത്തിൻ്റെ ശക്തി. ഈ കൃപ നമ്മളിലേക്ക് ആവശ്യിക്കുമെന്നാണ് പറയണത് അല്ലേ? ഇത് ബലഹീനതയാണ്, ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് എങ്ങനെ എപ്പോഴാണ് ആവശ്യിക്കണത്? അപ്പോൾ ബൈബിൾ പറയും, ദൈവം എളിമയുള്ളവർക്ക് കൃപ നൽകുന്നു. എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ ക്രിസ്ത്യൻ ആത്മീയതയെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മർമ്മമാണ് എളിമ. 1 പത്രോസ് 5:5 1 പത്രോസ് 5:5 ദൈവം എന്ന് പറഞ്ഞ് എളിമയുള്ളവർക്ക്
ശക്തി നൽകുന്നു. ശക്തി നൽകുന്നു. കൃപ നൽകുന്നു പറഞ്ഞാൽ അവിടെ എന്താ പറയേണ്ടത്? ശക്തി. അപ്പം ദൈവശക്തി ആർജിക്കാൻ എന്താ ഒരു മാർഗം? എളിമ. അതൊരു പ്രശ്നമുണ്ട്. അത് നമ്മൾ ഈ ദൈവത്തിന് എളിമപ്പെടുത്താൻ വേണ്ടി നമ്മൾ കാത്തിരിക്കരുത്. നമ്മൾ അഡ്വാൻസ് ആയിട്ട് തന്നെ എളിമപ്പെട്ടേക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ എളിമപ്പെടാൻ ഇപ്പം ദൈവം വന്നിങ്ങനെ ബലം പ്രയോഗിച്ച് എളിമപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ ദൈവത്തിന് ആ പരിപാടി ഉണ്ടേ. നമ്മളെ ശക്തിപ്പെടുത്തണം വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് ഐഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ ദൈവം ബലം പ്രയോഗിച്ച് എളിമപ്പെടുത്തും. അത് മണ്ടത്തരമാണ്. നിയമാവർത്തനം 8:3 ഇല്ലേ? നിയമാവർത്തനം 8:3 എന്നാ പറയണത്? അവിടെ നിങ്ങളെ മരുഭൂമിയിലൂടെ വിട്ടത് നിങ്ങളെ എളിമപ്പെടുത്താനും. എന്തിനങ്ങനെ പെടുത്തണേ? മര്യാദ നിൽക്കാൻ പറ്റില്ലേ? അപ്പം നമ്മൾ എളിമപ്പെടുന്നില്ലെങ്കിൽ ദൈവത്തിന് എളിമപ്പെടുത്തേണ്ടി വരും. ഇപ്പം ചില ബിസിനസ് തകർച്ച, ചില ജോലി പോയി. ഇപ്പം ഇന്നലെ ഒരു ദിവസം സാക്ഷി പറഞ്ഞു, ഒരു മോള് സാക്ഷ്യം പറഞ്ഞു, എന്താ, ഞാൻ IELTS തോറ്റുപോയി. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ആളാണ്, കർണാടകയിൽ ജോലി ചെയ്ത ആളാണ്. ഞാനിപ്പോൾ ഗൾഫിൽ ഇവിടെയാണ് ജോലി ചെയ്യണത്, ഇവിടെ സൗദിയിലാണ് ജോലി ചെയ്യണത്. ഞാൻ LKG മുതൽ മൊത്തം ഇംഗ്ലീഷാണ് പഠിച്ചത്. ഞാൻ അവളുടെ ആ മോളുടെ സാക്ഷ്യം നല്ല രസമാണ് കേൾക്കാൻ. ഞാൻ LKG മുതൽ ഇംഗ്ലീഷാണ്. ഇവിടുത്തെ ഇംഗ്ലീഷ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എൻ്റെ പഠനം കഴിഞ്ഞപ്പോൾ ഞാൻ കർണാടകയിൽ ജോലി അവിടെ ഇംഗ്ലീഷാണ് ഉപയോഗിച്ചത്. കർണാടകയിൽ നിന്ന് ഞാൻ സൗദിയിൽ പോയി, അവിടെ ഇംഗ്ലീഷാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ എനിക്ക് UK പോകണം. അപ്പോൾ അതിന് ഞാൻ IELTS എഴുതി. ഒരു പ്രാവശ്യം തോറ്റു, അടുത്ത പ്രാവശ്യം കിട്ടുമെന്ന് വിചാരിച്ചു, അപ്പോഴും തോറ്റു. അപ്പോഴീ മലയാളം മീഡിയമൊക്കെ ജയിക്കണ കണ്ടപ്പോൾ എനിക്ക് വിറഞ്ഞെന്ന്. അവളത് പറഞ്ഞില്ല, അവളെപ്പോലെ പറഞ്ഞ വേറെ കൊച്ചിന് എനിക്കറിയാം. അപ്പം ഞാൻ ചില IELTS ചോദിക്കും, എടി നീ മലയാളം മീഡിയമാണോ ഇംഗ്ലീഷ് മീഡിയമാണോ? ഞാൻ മലയാളം മീഡിയം. ഞാൻ നമിച്ചിരിക്കുക. കാര്യം എന്താ? ഫുൾ ടൈം ഇംഗ്ലീഷ് മീഡിയം പഠിച്ച ആൾക്കാർ, ചില ആൾക്കാർക്ക് മുടി വിളിച്ച് കിട്ടണില്ല. അപ്പം മലയാളം മീഡിയക്കാർക്ക് എങ്ങനെ കിട്ടണത്? കൃപയാലേ. സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, യോഗ്യതാ പരീക്ഷ എഴുന്നവരെ, സ്പർശിക്കണമേ. കരങ്ങൾ ഉയർത്തി. ബലഹീനതയിൽ ബലവാനായോർ നടത്തിരുന്നു. ബലഹീനതയിൽ ബലവേഗി ബലവാനായോർ നടത്തിരുന്നു. കൃപയാലേ, കൃപയാലേ, കൃപയാലനുദിനവും. കൃപയാലേ, കൃപയാലേ, കൃപയാലനുദിനവും. ഇപ്പൊ ചില ആൾക്കാരൊക്കെ പട്ടി ഓടിച്ചിട്ട് എവിടെയെങ്കിലും തട്ടി വീണൊക്കെ എളിയൊക്കെ ഉളുക്കത്തില്ലേ? ബൈ ചാൻസായിട്ട് സംഭവിക്കുന്നതാണ്. പട്ടി ഓടിച്ചിട്ടപ്പോൾ ഓടിയപ്പോൾ തട്ടി വീണ് എളി ഉളുക്കിപ്പോയി. അപ്പം പിന്നെ എന്നാ പറ്റി? ഉളുക്കിയത് ഇപ്പോൾ തടവും തിരിവും എല്ലാം കഴിഞ്ഞിട്ടും ശരിയാകണില്ല. ഇപ്പം ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ തന്നെ മരുമകൾ വന്ന് പിടിച്ചോണ്ട് ബാത്റൂമിൽ പോകണം. 2 ആഴ്ച പോയപ്പോൾ അമ്മയുടെ കണ്ണും നിറഞ്ഞെടി, ഞാൻ നിന്നെ കുറേ വിഷമിപ്പിച്ചിട്ടുണ്ട് കേട്ടാ. ഞാൻ ഇനി ഇതിൽ രക്ഷപ്പെട്ട ഞാൻ നിന്നോട് സ്നേഹത്തോടെ പെരുമാറിക്കോളാം. എന്തിനാണെങ്കിലും എളിമപ്പെടുത്താൻ വേണ്ടി പട്ടി ഓടിച്ചിടാൻ കാത്തിരിക്കണേ? അതൊക്കെ മുമ്പ് അഡ്വാൻസ് ആയിട്ട് ആള് നല്ല ആളാ കേട്ടാ. ആദ്യമേ അഡ്വാൻസ് പറയും, ഇതാ കർത്താവിൻ്റെ ദാസ് എന്ന് പറയും. ഇവിടുന്നാ പഠിച്ചത് നമ്മളിത്. ആദ്യമേ അഡ്വാൻസ്. ചാണാക്കുഴി കിടക്കണ മുമ്പ് തന്നെ പറഞ്ഞേക്കണം. അപ്പോൾ പ്രശ്നമില്ലല്ലോ. ചാണാക്കുഴി പെറ്റ് കിടക്കുന്ന മുമ്പ് തന്നെ അഡ്വാൻസ് ആയിട്ട് പറയും, ഇതാ കർത്താവിൻ്റെ. അത് കാരണം ടെൻഷനില്ല ആളിനെ. അമ്മയുടെ തന്നെ ഞാനിത് പഠിച്ചത്. അഡ്വാൻസ് ആദ്യമേ അങ്ങോട്ട് പറയും. Luka 1:38. എല്ലാ കാര്യങ്ങൾക്കും ഔദ്ധത്യം ഉണ്ടാക്കണം, അഹങ്കാരം ഉണ്ടാക്കണം, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും എളിമപ്പെട്ട് കഴിയണം. അപ്പോൾ അത് നമ്മൾ എളിമപ്പെടുത്താൻ വേണ്ടി കാത്തിരിക്കരുത്. ഇപ്പോൾ ബിസിനസ് തകർന്ന്, ജോലി പോയി, രോഗം വന്ന് എളിമപ്പെടുത്താൻ വേണ്ടി കാത്തിരിക്കരുത്. ഉടമ്പടി കൊണ്ട് മക്കൾ എളിമപ്പെട്ടിരിക്കണം. കൈ ഇടിച്ച് കർത്താൻ ഞങ്ങളെ വിശ്വാസത്താൽ ദൈവസ്നേഹത്താൽ എളിമപ്പെടുത്തണമേ. ഹല്ലേലൂയ.
എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം. വിശ്വാസത്തോടെ എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം. കരങ്ങൾ ഉയർത്തി അനശ്വരമായ വചനമതേ ആമേൻ. അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഗീതാകുമാരി. ഇതെൻ്റെ ഹസ്ബൻഡ് മോഹൻദാസ്. ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ അക്രൈസ്തവരാണ്. അപ്പം ആദ്യമായി ഞാൻ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ സഹായിച്ചതിൽ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുവാനാണ് ഈ അൾത്താരയിൽ വന്നിരിക്കുന്നത്. ആദ്യമായി എനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാം. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഒക്ടോബർ മാസത്തിലാണ്. എൻ്റെ മകൻ്റെ ഒരു രോഗസൗഖ്യത്തിന് വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത്. ആദ്യമായി ഞാൻ എൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. എനിക്ക് 2 വർഷത്തോളമായിട്ട് എൻ്റെ കാലിൽ ഒരു മുഴയുണ്ടായിരുന്നു. ആ മുഴ വലുതായി പഴുപ്പ് വരാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ ഡോക്ടറെ അടുത്ത് പോയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഉടമ്പടി പുതുക്കി ഒരു ദിവസം ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അതിൽ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ക്യാൻസർ പോലെ തോന്നിക്കുന്ന കാലിലുള്ള ഒരു മുഴ സുഖപ്പെടുത്തുന്നു എന്ന്. അപ്പോൾ ഞാനത് എൻ്റെ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് തന്നെ ആ മുഴ അപ്രത്യക്ഷമായിരുന്നു. പിന്നെ രണ്ടാമതായി ഞാൻ പറയുന്നത്, ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യമായിരുന്നു. എൻ്റെ രണ്ടാമത്തെ മകന് സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ കൂടുതൽ ദിവസവും തലവേദന ഉണ്ടാകുമായിരുന്നു. അപ്പോൾ എന്ത് മരുന്ന് കഴിച്ചാലും അത് മാറിയിരുന്നില്ല. തലവേദന വരുമ്പോൾ പെയിൻ കില്ലർ കഴിക്കുക ചെയ്യൽ, അങ്ങനെ അത് മാറും. വീണ്ടും വരുമ്പോൾ അങ്ങനെ കഴിക്കും, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ നിയോഗത്തിൽ വെച്ചതിന് ശേഷം അവൻ്റെ തലവേദന ഇപ്പം ഭേദമായി. മാത്രമല്ല ഞാൻ അവന് വേണ്ടി അവൻ്റെ ജോലി കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു മാറ്റം വേണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു, അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ആ നിയോഗത്തിൽ വെച്ചത് കൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് 2 മാസത്തോളമായി അവന് അതേ കമ്പനിയിൽ തന്നെ അധികം കൂടുതൽ പ്രാരബ്ധമില്ലാത്തതും കൂടുതൽ ശമ്പളമുള്ളതുമായ ഒരു ജോലി തന്ന് അമ്മയെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇനി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കാര്യമാണ് രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഭർത്താവിന് സ്ഥിരമായിട്ട് വലിവിൻ്റെ അസുഖം ഉണ്ടാവുമായിരുന്നു. ഒരു 10 വർഷത്തോളം ആയി വലിവിൻ്റെ അസുഖം കൊണ്ട് വിഷമിക്കൽ. അപ്പോൾ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം നല്ല വലിവായിരുന്നു, സ്പ്രേ അടിക്കേണ്ടി വരലുണ്ട്. അപ്പോഴൊരു ദിവസം ഞാൻ ഉപ്പ്, നമ്മളെ വിശുദ്ധ ഉപ്പ് വെള്ളത്തിൽ കലക്കി കൊടുത്തു, വലിവുള്ള സമയത്ത് കൊടുത്തു. ഒരു 2 ദിവസം കൊണ്ട് തന്നെ വലിവ് പൂർണ്ണമായിട്ട് ഭേദമായി. അതിനുശേഷം പിന്നെ ഇതുവരെ വലിവ് വന്നിട്ടില്ല. അതുപോലെ തന്നെ വെരിക്കോസിൻ്റെ അസുഖം കൊണ്ട് ഒരുപാട് വിഷമിക്കുമായിരുന്നു എൻ്റെ ഭർത്താവ്. അപ്പോൾ അത് കാരണം കാലിന് നീരും പിന്നെ ചുവപ്പ് കളറും ഉണ്ടായി നല്ലപോലെ വിഷമിച്ചിരുന്നു. അപ്പോൾ ഞാനെപ്പോഴും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം വിശുദ്ധ തൈലം കാലിൽ പുരട്ടുകയും വിശ്വാസപ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം കാലിൽ പുരട്ടുകയും തേന് വായിൽ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ
ആ വെരിക്കോസിൻ്റെ അസുഖം പൂർണ്ണമായിട്ട് ഭേദമായി. ഞാൻ നന്ദി പറയുന്നു, അമ്മക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. പിന്നെ എനിക്ക് തന്നെ ഉണ്ടായ മറ്റൊരു രോഗസൗഖ്യം തന്നെയാണ്. എനിക്കൊരു ദിവസം നല്ല പനിയുണ്ടായിരുന്നു, ഒരു 103ഓളം തന്നെ പനിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല. ഞാനെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അമ്മയുടെ ഉപ്പ്, വിശുദ്ധ ഉപ്പ്, ഇവിടുന്ന് കിട്ടിയ വിശുദ്ധ ഉപ്പ് വെള്ളത്തിൽ കലക്കി ഞാൻ കഴിച്ചു. പിന്നെ അതുപോലെ വിശുദ്ധ തൈലം നെറ്റിയിലും പിന്നെ കഴുത്തിലും എല്ലാം പുരട്ടുകയും ചെയ്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊരു അത്ഭുതമായിരുന്നു ശരിക്ക്. പെട്ടെന്ന് തന്നെ എനിക്ക് 103 പനിയുള്ള ഞാൻ പനി പരിശോധിച്ചപ്പോൾ 99 പനിയിലേക്ക് തന്നെ മാറി. അപ്പോൾ അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. അമ്മക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനി ഞങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മകൻ്റെ ഭാര്യ ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതായിരുന്നു. അപ്പം 2 ദിവസമായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടും അവൾക്ക് അങ്ങനെ പെയിനൊന്നും വന്നിട്ടില്ല. അപ്പം പിന്നെ എനിക്ക് പേടിയായി, പിന്നെ ഓപ്പറേഷൻ വേണ്ടി വരുമോ എന്നുള്ള ഒരു പേടിയായി. അപ്പോഴും ഞാനെന്ത് ചെയ്തു, അരമണിക്കൂർ ഇടവിട്ട് 3 പ്രാവശ്യം ഞാൻ അവളെ വിചാരിച്ചു തന്നെ എൻ്റെ വയറ്റിൽ വിശുദ്ധ തൈലം പുരട്ടി. അപ്പോൾ അത്ഭുതം എന്ന് പറയാം ശരിക്ക്. അത് 3ാമത്തെ പ്രാവശ്യം ഞാൻ പിന്നെ തൈലം പുരട്ടിയപ്പോൾ അവൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അങ്ങനെ മോൾക്ക് പെയിന് വന്നിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ അത് തന്നെ ഒരു വിഷമവും കൂടാതെ, കൂടുതൽ വേദന സഹിക്കുകയോ ഒന്നും കൂടാതെ തന്നെ അവൾ സുഖപ്രസവം നടത്തി ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. ഇതിനെല്ലാം ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മയിൽ നിന്ന് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രങ്ങൾ കൊണ്ടുപോയാൽ, ആദ്യമായിട്ട് പത്രം കിട്ടിയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ കൊണ്ടുപോകുമ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം എഴുതി അത് പ്രിൻ്റ് ചെയ്ത് എല്ലാ പത്രത്തിലും ഒട്ടിച്ചിട്ടാണ് കൊണ്ടുപോയത്. അപ്പം പിന്നെ അക്രൈസ്തവരായവർക്ക് വിശ്വാസ പ്രമാണമൊന്നും ചൊല്ലാൻ അറിയില്ല. അതുകൊണ്ട് ഞാനെന്ത് ചെയ്തു, അത് എല്ലാവരോടും ആദ്യം തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി പത്രം വായിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ പത്രം എപ്പോഴും അത് വളരെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കണമെന്നും പറഞ്ഞിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഇവിടുന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും കൂടുതലായി പറഞ്ഞു കൊടുത്തു. പിന്നെ പത്രങ്ങൾ കിട്ടിയപ്പോൾ ഞാൻ ഓരോ വീടുകളിലും കൊണ്ടുപോയി കൊടുത്തു. അപ്പം ഓരോ വീട് തോറും കൊടുക്കുക ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അപ്പം വീടുകളിൽ പോകുമ്പോൾ ചിലവർ പിന്നെ തീരെ സുഖമില്ലാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് തൈലം പുരട്ടി അതുപോലെ ഉപ്പും വായിലിട്ട് കൊടുക്കും, തേനും കൊടുക്കുമായിരുന്നു. അങ്ങനെ അവരെ ഞാൻ പിന്നെ അങ്ങനെയുള്ള രോഗികളെ ഞാൻ അതുപോലെ ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ചില സ്ഥലങ്ങളിൽ പോയപ്പോൾ പിന്നെ അവർ ഒരു ഷോപ്പിൽ, ഞാനിപ്പം വിഷുവിൻ്റെ സമയത്ത് ഒരു ഷോപ്പിൽ കുറേ ആൾക്കാരുണ്ട്, അവരോട് ഈശോനെയും അമ്മേനെയും കുറിച്ച് പറയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷോപ്പ് കയറി. ഒരുപാട് ആളുണ്ടായിരുന്നു. അപ്പം അവരിൽ കുറച്ച് പേർക്ക് ഞാൻ പത്രം കൊടുത്ത് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോഴവിടെ നിന്ന് ഒരാൾ പറഞ്ഞു, ഇവിടെ നിന്ന് അങ്ങനെ പത്രം കൊടുക്കണ്ട, ഷോപ്പിലേക്ക് വന്ന ഒരാളാണ്, ഇവിടെ നിന്ന് അങ്ങനെ പത്രം കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ മറ്റൊന്നുമല്ല ചെയ്യുന്നത്, ഞാൻ ഈ പത്രം കൊടുത്ത് അമ്മയെയും ഈശോയെയും കുറിച്ച് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടും അനുഗ്രഹങ്ങൾ കിട്ടാനുമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നാലും എൻ്റെ വീട്ടുകാരുണ്ട് ഇവിടെ, അവർക്ക് പത്രം കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, അവർക്ക് കൊടുക്കണ്ടെങ്കിൽ ഞാൻ ഇവിടെ ബാക്കിയുള്ളവർക്കെല്ലാം കൊടുത്തോളാം, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പത്രം പിന്നെ ആവശ്യമുണ്ടാവും, അപ്പോഴും ഞാൻ നിങ്ങൾക്ക് തന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ എല്ലാവർക്കും പത്രം കൊടുത്തു. പിന്നെ ഞാൻ പത്രം വാങ്ങിച്ചപ്പോൾ എനിക്ക് ബാംഗ്ലൂരിൽ മോൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോഴങ്ങനെ ഞാൻ പോയപ്പോൾ ട്രെയിനിലാണ് പോകുന്നത്.
അപ്പോൾ ട്രെയിനിൽ ഞാൻ അങ്ങനെ അവിടെ പോകുമെന്ന് പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് മലയാളം പത്രം മാത്രമേ ഞാൻ വാങ്ങിയിരുന്നുള്ളൂ. അപ്പോൾ ട്രെയിനിൽ ഓരോ കമ്പാർട്ട്മെൻറ്റിലും പോയി ഞാൻ മലയാളികൾ ആരാ ഉള്ളതെന്ന് വെച്ചാൽ അവർക്കെല്ലാം പത്രം കൊടുക്കുകയും അവർക്ക് ഈശോനെയും അമ്മേനെയും കുറിച്ച് കൂടുതൽ അറിവുകൾ കൊടുക്കുകയും ചെയ്തു. ഇവിടുത്തെ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ബാംഗ്ലൂരിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഷോപ്പുകളിൽ പോയിട്ട് അവിടുത്തെ ഷോപ്പുകളിൽ പോയി. അപ്പോൾ മലയാളം പത്രം ആയതുകൊണ്ട് ഞാൻ ഷോപ്പുകളിലുള്ള ജോലിക്കാരായാലും അവർക്ക് ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കണ്ടത്. നമ്മളിവിടെയുള്ളവരെക്കാളും കൂടുതൽ വേഗത്തിൽ അവർ പത്രം കൊടുത്ത ഉടനെ വായിക്കുകയും അതിനെക്കുറിച്ച് ചോദിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ അവരോട് അവർ ദൂരെയാണല്ലോ, അപ്പോൾ പെട്ടെന്ന് അവർക്ക് വരാൻ പറ്റില്ലെങ്കിൽ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ചെയ്യാം, ഓൺലൈൻ ഉടമ്പടി ചെയ്യാം, അങ്ങനെ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് വെച്ചാൽ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോകാറുണ്ട്. അപ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടുത്തെ അമ്മമാർക്കെല്ലാം ഞങ്ങളെ കാണുമ്പോൾ വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ അവരെ കൂടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കും. പിന്നെ അവർക്ക് ഭക്ഷണത്തിനുള്ള കാശ് അവിടെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ പാലിയേറ്റീവ് കെയറിൽ പോയിട്ടുണ്ട്. അവിടെ ഇത് പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ അന്തേവാസികൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. എപ്പോഴാണ് വരുമ്പോൾ പറയും കുറച്ച് നേരം കൂടി ഇരുന്നൂടെ, ഇനി എപ്പോഴാണ് നിങ്ങൾ വരുക എന്നൊക്കെ ചോദിക്കും. ഞാൻ പോകുമ്പോഴൊക്കെ അവർക്ക് സ്നാക്സ് വാങ്ങിയിട്ട് കൊണ്ടുപോകുമായിരുന്നു. അതൊക്കെയാണ് ഞാൻ. പിന്നെ പൊതിച്ചോറ് കെട്ടി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അതുപോലെ വഴിയിൽ കാണുന്നവർക്ക് ഇപ്പം പോയാലും ഞാൻ പൊതിച്ചോറ് കൊടുക്കും. അല്ലെങ്കിൽ അത് കയ്യിലില്ലെങ്കിൽ ഞാൻ അവിടുന്ന് എന്തെങ്കിലും വാങ്ങി, ഹോട്ടലിൽ നിന്നോ എന്തെങ്കിലും വാങ്ങി അവർക്ക് കൊടുക്കും. അതുപോലെ പൈസ ആണെങ്കിലും അവർക്ക് കൊടുക്കുമായിരുന്നു. ഇതാണ് ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ. അപ്പോൾ എനിക്ക് ഇത് സാധാരണ ഞാനങ്ങനെ കൂടുതൽ പ്രാർത്ഥിക്കാറൊന്നുമില്ല. ഇപ്പോഴും ഞാൻ എന്താണെന്ന് വെച്ചാൽ പുലർച്ചക്കായാലും 3 മണിക്ക് എനിക്ക് ഉറക്കം തെളിഞ്ഞാൽ ഞാൻ എണീറ്റ് കൊന്ത ചൊല്ലുകയും അതുപോലെ ബൈബിള് വായിക്കുകയൊക്കെ ചെയ്യും. കൊന്ത ഓരോ ദിവസവും ഞാൻ മുഴുവൻ കൊന്തയും സമ്പൂർണ്ണ കൊന്ത തന്നെ ഞാൻ ചൊല്ലാറുണ്ട്. പിന്നെ ഏത് ഒരു കാര്യം വന്നാലും ഒരു പ്രതിസന്ധി ഉണ്ടായാലും ഞാനിപ്പോഴും അമ്മയോടും ഈശോയോടും തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. എപ്പോഴും എനിക്ക് പ്രാർത്ഥിച്ചാൽ അതിനുള്ള ഫലം കിട്ടുന്നുമുണ്ട്. ഞാനൊക്കെ ഇനി ആർക്കെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈശോനോടും മാതാവിനോടും എപ്പോഴും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. അവരുടെ വിഷമതകൾ കണ്ടിട്ട് തന്നെ ഞാൻ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അതാണ്. പിന്നെ ഈ ജീവിതകാലത്തിൽ എനിക്ക് ഈശോയോട് കൂടെ തന്നെ ഉടമ്പടിയിൽ ജീവിക്കാം. അമ്മയോടും ഈശോയോടും കൂടി തന്നെ ഉടമ്പടിയിൽ ജീവിക്കാനാണ് എനിക്ക് കൂടുതൽ ആഗ്രഹം.